ഐഡിയ പോപ്കോൺ സ്ട്രീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ. ഈ വീക്ക് യൂട്ടോപ്പിയയിലെ രാജാവിന് ക്രിറ്റിക്സ് ഡീസന്റ് റിവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ടിക്കറ്റ് വിൻഡോയിൽ ഈ സിനിമ എങ്ങനെയാണ് ചെയ്തത് നമുക്ക് നോക്കാം. സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയും ജുവൽ മേരിയും ഒന്നിച്ചഭിനയിച്ച ഉട്ടോപ്പിയിലെ രാജാവ് ഈ ആഴ്ച വെള്ളിത്തിരയിലെത്തി. തികച്ചും ആക്ഷേപഹാസ്യ രീതിയിൽ ചിത്രീകരിച്ച ഈ സിനിമ കമ്മൽ എന്ന അതുല്യ സംവിധായകന്റെ സൃഷ്ടിയാണ്. കോക്രങ്കര എന്ന സാങ്കല്പിക ഗ്രാമവും അവിടെയുള്ള സ്വാതന്ത്ര്യസമര സേനാനിയുടെ മകനായ CP സ്വതന്ത്രൻ എന്നയാളുടെ ജീവിതവുമാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. ഇയാളുടെ നിഷ്കളങ്ക സ്വഭാവവും വ്യത്യസ്തമായ പേരും കാരണം നാട്ടുകാർ ഇയാളെ ഉട്ടോപ്പിയിലെ രാജാവ് എന്നാണ് വിളിക്കുന്നത്. സ്വതന്ത്രന് തന്റെ അച്ഛന്റെ പ്രതിമ കോക്രങ്കരയിൽ സ്ഥാപിക്കണമെന്ന് ശക്തമായ ആഗ്രഹമുണ്ട്. ജുവൽ മേരി അവതരിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകയായ ഉമാദേവി എന്ന കഥാപാത്രത്തെ കണ്ടുമുട്ടുന്നതും തുടർന്നുണ്ടാകുന്ന രസകരമായ മുഹൂർത്തങ്ങളുമാണ് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 16 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ഈ സിനിമ 60 മുതൽ 70% വരെ ബോക്സ് ഓഫീസിൽ തിരിച്ചു നേടി. റിലീസിംഗ് ദിവസമായ വ്യാഴാഴ്ച 2.41 കോടി കളക്ഷൻ നേടി. വെള്ളിയാഴ്ച 2.65 കോടി കളക്ഷനും ശനിയാഴ്ച 3.25 കോടി കളക്ഷനും ഞായറാഴ്ച 3.47 കോടി കളക്ഷൻ നേടിയ ഈ ചിത്രം 4 ദിവസം കൊണ്ട് 11.71 കോടി കളക്ഷൻ ഉണ്ടാക്കി. ഇതായിരുന്നു യൂട്ടോപ്പിയയിലെ രാജാവിന്റെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ്സ്. മോളിവുഡിൽ നിന്നുള്ള കൂടുതൽ ബോക്സ് ഓഫീസ് അപ്ഡേറ്റ്സിനായി കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ പോപ്കോൺ സ്ട്രീറ്റ്.